ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടിംഗ് IT കമ്പനികളിലൊന്നായിട്ടുള്ള അക്സെഞ്ചർ, ഇന്ത്യയിലെ IT കമ്പനികളുടെ റിസൾട്ടുകൾ പോലും ചിലപ്പോൾ അക്സെഞ്ചറിൻ്റെ ഗൈഡൻസുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കാറുണ്ട്. അക്സെഞ്ചറിൻ്റെ ഗൈഡൻസ് നല്ലതാണെങ്കിൽ IT കമ്പനികളും സാധാരണയായിട്ട് നല്ല റിസൾട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. അയർലൻഡാണ് ഇതിൻ്റെ ആസ്ഥാനം. 1989 മുതൽ അക്സെഞ്ചർ നമ്മുടെ ഇടയിലുണ്ട്. IT സർവീസുകളായിട്ടുള്ള കൺസൾട്ടിംഗ് സർവീസുകൾ, ഡിജിറ്റൽ സൊല്യൂഷൻസ്, ക്ലൗഡ് സർവീസസ്, AI, ഡിജിറ്റൽ ഡാറ്റ അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള പല സംവിധാനങ്ങളും നൽകുന്ന 120ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണിത്. 7 ലക്ഷത്തിലധികം ജീവനക്കാരുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ആ കമ്പനിയുടെ അനലിസ്റ്റ് മീറ്റിൽ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് നമ്മുടെ IT സെക്ടറിനെ കൂടി ബാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടതിരിക്കുന്നു. കാരണം അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവർ 11,000ഓളം എംപ്ലോയീസിനെയാണ് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ കുറച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവോടുകൂടി ഡിജിറ്റൽ പ്രൊജക്റ്റുകൾ, അവർക്ക് കിട്ടുന്ന കൺസൾട്ടൻസി പ്രൊജക്റ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിംഗ് സർവീസുകളിലും വലിയ രീതിയിലുള്ള കുറവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ ഒന്നിക്കൽ എംപ്ലോയീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്നിക്കൽ അവർ പിരിച്ചുവിടൽ ഭീഷണി നേരിടാൻ തയ്യാറാവുക, അല്ല എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് റീട്രെയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് ട്രെയിൻ ചെയ്ത് മാറുക എന്നുള്ളതാണ്. അല്ലാതെ അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നിലനിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന വന്നിരിക്കുന്നു. അതായത് 7,91,000 എംപ്ലോയീസ് ഉണ്ടായിരുന്ന അക്സെഞ്ചറിൽ മെയ് മാസത്തിൽ, അതിപ്പോൾ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും 7,79,000 കുറഞ്ഞിരിക്കുന്നു. 11,000 ജോബിൻ്റെ കുറവ്. മാത്രമല്ല കമ്പനി $865 മില്യൺ റീസ്ട്രക്ചറിങ് പ്രോഗ്രാമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് പുതിയ ബിസിനസ്സുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ, പുതിയ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ അതായത് ഈ സാമ്പത്തിക വർഷത്തിൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോൾ $69.7 ബില്യൺ സെയിൽസാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ സെയിൽസിൽ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7% വർധനവുണ്ട്. അതേപോലെ നെറ്റ് ഇൻകത്തിലും $7.83 ബില്യൺ വർധനവാണ്. 6% വർധനവാണ് അതിലും ഉണ്ടായിരിക്കുന്നത്. സോ ഇതുവരെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു. പക്ഷേ അടുത്ത വർഷം മുതൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് റവന്യൂയിലും അതുപോലെ തന്നെ പ്രൊജക്റ്റുകളിലും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കമ്പനി നൽകുന്ന സൂചന. അതുപോലെ എംപ്ലോയീസിന് വളരെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിരിക്കുന്നു. അക്സെഞ്ചറിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എംപ്ലോയീസ് പ്രസൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതിൽ അവർക്ക് ബാംഗ്ലൂരു, അതുപോലെ തന്നെ പൂനെ, ഗുർഗാവ്, അങ്ങനെ പ്രധാനപ്പെട്ട IT സർവീസ് സെൻറ്ററുകളും മെയിൻ മേഖലകളിലൊക്കെ തന്നെ അവർക്ക് ഡെലിവറി സെൻറ്ററുകളും സർവീസ് സെൻറ്ററുകളും ഒക്കെ തന്നെയുണ്ട്. സോ ഇതൊരു വാർണിംഗ് സിഗ്നലാണോ IT മേഖലയെ സംബന്ധിച്ചിട്ട്? AI കടന്നുവരോടുകൂടി